1201 ആണ്ട് കുംഭമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ചിങ്ങക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത്. 13/2/2026 മുതൽ 14/3/2026 വരെയുള്ള ഒരു മാസത്തെ പ്രവചനങ്ങളാണ്. സൂര്യനും ബുധനും ശുക്രനും ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുന്നത് മൂലം വിദ്യ നേടിയിരിക്കുന്നവർക്ക്, അതായത് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെയും പരിചയസമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി വളരെ വേഗം അവർക്ക് ലഭിക്കുന്നതാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി അവർക്ക് ലഭിക്കും. 17/2/2026 സംഭവിക്കുന്ന സൂര്യഗ്രഹണം ഒരിക്കലും ചിങ്ങക്കൂറുകാർക്ക് ദോഷമായി ഭവിക്കുന്നില്ല. ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നു. ഇനി ചില മനുഷ്യർ നിമിത്തം നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ഉപദ്രവങ്ങൾ കുറയുന്നു. പലർ നിമിത്തമൊക്കെ എന്തെങ്കിലും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാം, അതെല്ലാം കുറയുന്നു. നിങ്ങൾ വിചാരിക്കുന്ന മിക്ക കാര്യങ്ങളും അത് ഭംഗിയായിട്ട് അത് തടസ്സമില്ലാണ്ട് നടന്നു കിട്ടാം. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും അവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അധികാര ചുമതലകളും ലഭിക്കാം. പലരുമായിട്ടുള്ള വഴക്കും പിണക്കങ്ങളൊക്കെ മാറി ഐക്യതയിലേക്ക് പോകാൻ സാധിക്കും. സ്വന്തമായി വീട് വാങ്ങുവാനോ നിർമ്മിക്കപ്പെടുവാനോ സാധിക്കും. അതായത് സ്വന്തമായിട്ട് ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങാനും അല്ലെങ്കിൽ വീട് നിർമ്മിച്ച് അതിൽ താമസമാകാനും അവർക്ക് പുനഃതാമസം നടത്താനും സാധിക്കും. ചിലർക്ക് പിതൃസ്വത്ത് ഭാഗം നടത്തി ഒരു ഓഹരി ലഭിക്കാനും സാധ്യത കാണുന്നു. വസ്തുവകകളും മറ്റും ലഭിക്കുന്നതിനും ഭാഗ്യമുണ്ട്. പല വിധത്തിലുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് ആ രോഗങ്ങളെല്ലാം സുഖം പ്രാപിക്കുന്നു. കാര്യങ്ങൾ നടന്നു കിട്ടുന്നു. കാലതാമസമൊന്നും ഇല്ലാണ്ടെല്ലാം നടന്നു കിട്ടുന്നു. പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഗ്രഹങ്ങളെല്ലാം മോശപ്പെട്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അഷ്ടമശനി കാലമായതിനാണ് ചിങ്ങക്കൂറുകാർക്ക്. അതുകൊണ്ട് ചില മോശഫലങ്ങൾ ഉണ്ടാകുന്നു. ദൂരയാത്ര ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഒന്നി ബിസിനസ് സംബന്ധിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൂരയാത്ര ചെയ്യാം. മനസ്സിന് ദുഃഖമുണ്ടാകുന്ന ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. ദൈവാധീനക്കുറവ് ഉണ്ടാകാം. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക. ബന്ധുക്കളിൽ ആരുടെയെങ്കിലും ഒരു വിരഹം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. ദാമ്പത്യത്തിൽ കലഹം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ചിങ്ങക്കൂറുകാരിലെ ആ നക്ഷത്രങ്ങളെല്ലാം വയസ്സിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് അതിൻ്റെ ഫലങ്ങൾ. ആദ്യം മകം നക്ഷത്രക്കാർക്ക് ഉള്ള ഫലങ്ങളാണ് പറയുന്നത്. 2.5 വയസ്സ് വരെയുള്ള മകം നക്ഷത്രക്കാർക്ക് ചില മോശമായ അവസ്ഥകൾ വരാം. ആരോഗ്യ പ്രശ്നം, ദാരിദ്ര്യം എല്ലാം കൊണ്ടും ഒരു മോശ അവസ്ഥ അവർക്ക് വരാം. എല്ലാവർക്കുമല്ല, ചിലർക്ക്. ഇനി 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഉള്ളവർക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും തടസ്സമില്ലാതെ അവരുടെ വിദ്യാഭ്യാസം നടന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. തടസ്സം വരുമെന്ന് വിചാരിക്കും, പക്ഷേ എങ്കിലും ഇല്ല. വിദ്യാഭ്യാസം അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാം. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് കുറച്ച് ധനനാശം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ഉന്നത വിദ്യാഭ്യാസം ഒരു തടസ്സവും ഇല്ലാണ്ട് നടന്നു പോകും. വിദേശവാസം കാണുന്നു. ശരീരത്തിൽ മുറിവ്, ചതവ്, ഒടിവ് എന്നിവ വരുന്നതിന്, അതായത് ചെറിയൊരു സർജറി നടക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ബന്ധുജനങ്ങളുടെ വേർപാട് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ ആരെങ്കിലും പ്രായം ചെന്നൊക്കെ മരിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലും വിവാഹവും നടക്കും. സന്താന ഭാഗ്യവും ഉണ്ടാകാനും അവർക്ക് സാധ്യത കാണുന്നു. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് പലതും തുടങ്ങാൻ ഉള്ള സമയമായി. അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ വരാം. എങ്കിലും കാര്യങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ നടന്നു കിട്ടാം ഏറെക്കുറെ. ദാമ്പത്യ പ്രശ്നങ്ങൾ വരുന്നതിന് സാധ്യത കാണുന്നു. പുനർവിവാഹം നടക്കാം. മനസ്സിനിണങ്ങിയ ജോലി അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും. പുതിയ ഗ്രഹം വാങ്ങാനും അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ചില വൈദ്യസഹായങ്ങൾക്ക് അവർക്ക് വേണ്ടി വന്നേക്കാം. മേജർ സർജറികളല്ല, ചെറിയ ഒരു അവയവങ്ങൾക്കുള്ള ചെറിയ സർജറികൾ അവർക്ക് വേണ്ടി വരാം. അത് വയറ് സംബന്ധമായ സർജറിയാണ്. അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ് എന്നിവ ഉള്ള അവയവങ്ങളിലുള്ള ഒരു ചെറിയ സർജറി നടക്കേണ്ട സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീടും വാഹനമൊക്കെ അവർക്ക് ഈ സമയം വാങ്ങാൻ സാധിക്കും. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് കാര്യങ്ങൾ ഈ കാലയളവിൽ വളരെ ചിന്തിച്ച് ആലോചിച്ച് ബുദ്ധിയോടെയും യുക്തിപരമായും ഒക്കെ ചിന്തിച്ചൊരു തീരുമാനം എടുക്കുക. ചാടിക്കയറി ഒരു തീരുമാനം ഒരു കാര്യത്തിന് എടുക്കരുത്. പുതിയ സംരംഭങ്ങൾ, അത് സ്റ്റാർട്ടപ്പ് മാതിരിയുള്ളവ തുടങ്ങാം. പക്ഷേ അത് ചിന്തിച്ച്
അത് തുടങ്ങുക, വിജയം ലഭിക്കും. വെപ്രാളമൊന്നും കാട്ടാതിരിക്കുക. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കേണ്ട ഒരു സമയമാണ്. വേണ്ടും വിധം ആ ധനം ഉപയോഗിക്കുക. മനസമാധാനവും മറ്റ് ഐശ്വര്യങ്ങളെല്ലാം ലഭിക്കുന്നതിനുള്ള ഇതാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നിങ്ങൾക്ക് മികച്ച സംഭാവനകൾ നൽകുവാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ്. അടുത്ത പൂരം നക്ഷത്രക്കാർക്കുള്ളതാണ്. 15 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കാം. ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വിദ്യാഭ്യാസത്തിന് തടസ്സം വരുന്നില്ല. വാഹനങ്ങൾ ലഭ്യമാകേണ്ട ഒരു സമയമാണ്. ചിത്രരചന മുതലായ കലാപരിപാടികളിലൊക്കെ അവർക്ക് പഠിക്കാൻ സാധിക്കും. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് പലതരത്തിലുള്ള ചെറിയ ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടം വരാം, വാഹന അപകടങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വിദേശത്തോ അന്യ സംസ്ഥാനങ്ങളിലേക്കോ താമസം മാറ്റേണ്ട ഒരു സാധ്യതയുണ്ട്. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ ഗുണകരമായ ഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. ഗുണനിലവാരമുള്ള നല്ല ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നു. ആഗ്രഹിച്ചതിൽ മികച്ച തൊഴിൽ, അവരെന്താണ് ആഗ്രഹിച്ചതോ അതിൽ കൂടുതൽ മികച്ച തൊഴിൽ അവർക്ക് ലഭിക്കുന്നു. ഇഷ്ടവാഹനം, ഇഷ്ട വീട് എന്നിവ അവർക്ക് സ്വന്തമാക്കാനും ഭാഗ്യമുണ്ട്. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ നടക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. വിദഗ്ധ ചികിത്സ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. തീപ്പൊള്ളലോ ഇലക്ട്രിക് ഷോക്കോ ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. രണ്ടിലേതെങ്കിലും ഒന്നേ നടക്കൂ. ശ്രദ്ധിക്കുക. പോലീസ് കേസ്, കോടതി നടപടികൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ളവർക്ക് മരണഭയം ഉണ്ടാകാം. ജീവിതത്തോട് വെറുപ്പും നിരാശയും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ബുദ്ധിപരമായി പ്രവർത്തിക്കേണ്ട പല കാര്യങ്ങളും ബുദ്ധിശൂന്യമായി പ്രവർത്തിക്കുക മൂലം പല കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച കഷ്ടതകൾക്കും ദുഃഖങ്ങൾക്കും അപമാനങ്ങൾക്കും ഒരു പരിഹാരം ലഭിച്ചുകൊണ്ട് അവർക്ക് സകലവിധ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. 72 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് കുറച്ചൊരു മോശം സമയമാണ്. അപവാദം കേൾക്കേണ്ട ഒരു ഇത് വരാം. ചെയ്യാത്ത കാര്യത്തിനൊക്കെ ഒരു പഴി കേൾക്കേണ്ടി വരാം. അങ്ങനെ മനസ്സ് വിഷമിച്ചിട്ട് ആരും സഹായത്തിനില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയൊക്കെ മനസ്സിൽ ചിന്തിക്കാമെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർക്ക് എല്ലാവിധ സഹായങ്ങളും എല്ലാവരിൽ നിന്ന് ലഭിക്കും. ഒരു വിദേശവാസവും അവർക്ക് കാണുന്നുണ്ട്. അടുത്ത ഉത്രം നക്ഷത്രക്കാർക്കുള്ളതാണ് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ നല്ലൊരു സമയമാണ്. കുടുംബത്തിൽ ധനവും വസ്തുവകകളും വീട് എന്നിവ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ആസ്മ, ശ്വാസം മുട്ടൽ പോലുള്ള ചെറിയ അസുഖങ്ങൾ ബാധിക്കാം. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി നടക്കേണ്ട ഒരു സാധ്യതയുണ്ട്. ചില രോഗങ്ങൾ വരാം, പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അതുപോലെ പോലീസ് പരാതി, കോടതി നടപടികളൊക്കെ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. വിദ്യാഭ്യാസം തടസ്സമില്ലാണ്ട് നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. അത് ബുദ്ധിയും യുക്തിയും കൂടി ചേർത്ത് ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ ധനനഷ്ടമുണ്ടാകും. അതുപോലെ പല ആപത്തുകളും വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ എങ്കിൽ തന്നെയും ഉന്നത വിദ്യാഭ്യാസവും അവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ മികച്ച തൊഴിലും ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും അവരെ മാറ്റുകയും അവർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. ബുദ്ധിക്ക് ഒരു സ്ഥിരത ലഭിക്കുന്നു. അതായത് ആലോചനാശേഷി, നന്മയും തിന്മയും തിരിച്ചറിയുന്നതിനുള്ള ഒരു മനസ്സിൻ്റെ ഒരു കഴിവ് ലഭിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ കരുതലോടെ ജീവിക്കേണ്ട ഒരു സമയമാണ്. അപമാനം, മാനഹാനി ഇവ ഒരുപക്ഷെ വന്നേക്കാം. അത്തരം പ്രവൃത്തികളിലൊന്നും പങ്കാളിയാകാണ്ടിരിക്കുക. ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസം മാറ്റുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടന്നു കിട്ടാം. ചില രോഗങ്ങൾ വരാം എന്നുണ്ടെങ്കിലും അവർക്ക് തക്കതായ ചികിത്സ ആ സമയത്ത് ലഭ്യമാകുന്നതിനാൽ ആ രോഗങ്ങളിൽ നിന്നെല്ലാം ഭേദം കിട്ടുന്നു. അവർക്ക് ധനത്തിനും ധാന്യത്തിനും ഐശ്വര്യങ്ങൾക്കൊന്നും ഒരു കുറവ് വരാതെ മുന്നോട്ട് പോകുന്നു. പിന്നെ വയറിന് ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം, ദഹനക്കേട്, അങ്ങനെയൊക്കെയുള്ള ചില അസുഖങ്ങൾ വരാമെന്നുള്ളത് ഒഴിച്ച് വേറെ
വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജാതകപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കുംഭമാസത്തിൽ, വരുന്ന കുംഭമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.